ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണിത്. രാവിലെ ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കണം. അപ്പോൾ എനിക്ക് രാവിലെ വെറും വയറ്റിൽ ഗുളിക കഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗുളികയൊക്കെ കഴിച്ചു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഗ്രീൻ പീസ് കറിയൊക്കെ എടുത്തു, ചായയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കിളികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് തീറ്റയൊക്കെ കൊടുക്കണം. അപ്പോൾ എൻ്റെ ഡെയിലി റൊട്ടീനാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ കിളികൾക്കൊക്കെ തീറ്റയൊക്കെ കൊടുത്തു. ഞാൻ അപ്പോഴത്തേക്കും മോൻ എണീറ്റു. പിന്നെ മോന് കാപ്പിയൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ മേടി എടുത്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ മോൻ മമ്മി വന്നിരിക്കും. കാരണം വേറൊന്നുമല്ല, എന്താണ് അവൻ്റെ അമ്മ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവനും കൂടെ കുറച്ച് അപ്പം കറിയൊക്കെ എടുത്ത് കൊടുത്തു. ഗ്രീൻ പീസ് കറി ഭയങ്കര ഇഷ്ടമാണ് അവന്. ഗ്രീൻ പീസിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ കൊടുക്കണത്. അപ്പോൾ അത് കഴിക്കാനാണ് എൻ്റെ അടുത്ത് ഓടി വന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി അവരുമായിട്ട് കളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയായപ്പോൾ ചോറിന് അമ്മ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുമീനാണ് മേടിച്ചത്. പിന്നെ അതൊക്കെ വറുത്തു. പിന്നെ ചീനത്തോരനുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ വിളവെടുത്ത ചീനയാണ്. ആ ചീനത്തോരനൊക്കെ കൂട്ടി. ചീനയുടെ സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. കാരണം ഒരുപാട് ചീന വിളവെടുക്കാൻ പറ്റിയതൊക്കെ ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചൊരു കുറച്ച് വിത്തായിരുന്നു. അപ്പോൾ അത് കോഴിവളമൊക്കെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചീനയൊക്കെ നട്ടത്. ഇത് എൻ്റെ വണ്ടിയാണ്, ഞാൻ ആഗ്രഹിച്ച് മേടിച്ചൊരു ബൈക്കാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് തോന്നി. പിന്നെ കുറച്ച് കിളികളെയൊക്കെ കണ്ടു. അവർ ഡെയിലി വരും. രാവിലെ ഇവിടെ കിളികളൊക്കെ വരും. പിന്നെ ഞാൻ ചോറൊക്കെ കഴിച്ചു. ചീരാമീനും മീൻ വറുക്കും പുളിശ്ശേരി ഉണ്ടായിരുന്നു, മോര് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചു ഉച്ചയ്ക്ക്. പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഇതുപോലെ തന്നെ കുറച്ച് നേരമൊക്കെ സമയം പോകാനായിട്ട് പുറത്തൊക്കെ ഇറങ്ങിയാണെന്ന് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കിയേക്കണേ. അപ്പം ഞാനും വളർന്നു വന്നൊരു യൂട്യൂബർ ആകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നായാലും ഒരു കരുതൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വ്ളോഗ്. നമുക്ക് നല്ല വ്ളോഗുമായിട്ടൊക്കെ വരുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് പറയണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എനിക്ക് കാര്യമായിട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. എന്നെക്കൊണ്ടാകാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും വേറൊരു കുട്ടി വ്ളോഗിലൂടെ നമുക്ക് കാണാൻ വരയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും